കേരളത്തിലെ സർവകലാശാലകളിൽ വിസിമാരുടെ നിയമനത്തിൽ വീണ്ടും തർക്കവും വഴക്കും വിവാദവുമൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഡോക്ടർ ബി അശോക് ചുമതലയുണ്ടായിരുന്ന കാർഷിക സർവകലാശാലയിൽ അവിടുത്തെ സീനിയർ അശോക് ഒഴിഞ്ഞപ്പോൾ, ഡോക്ടർ ബി അശോക് മാറിയപ്പോൾ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഫാക്കൽറ്റിക്ക് അവിടെ ഡോക്ടർ സജിത റാണി എന്ന സീനിയർ ഫാക്കൽറ്റിക്ക് വൈസ് ചാൻസലറുടെ ചുമതല കൊടുത്തതാണ് അടുത്ത വിവാദം. അവർ BJPയുടെ അധ്യാപക പരിഷത്തിൻ്റെ ദേശീയ നേതാവാണ് എന്നാണ് പറയുന്നത്. അതേസമയം അവർ HOD ആയിരിക്കുന്നു, അതിന് കുഴപ്പമില്ല. പ്രൊഫസറായിരിക്കുന്നു, അതിന് കുഴപ്പമില്ല. ഫാക്കൽറ്റി ആയിരിക്കുന്നു, അതിന് കുഴപ്പമില്ല. അവർക്ക് ജോലിയുണ്ട്, അതിന് കുഴപ്പമില്ല. VC ആയപ്പോൾ ചാർജ് കൊടുത്തപ്പോൾ വിവാദം. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, LDFിൻ്റെ ഭരണകാലത്ത് ആരിഫ് ഖാൻ ഗവർണറുമായി നിരന്തരം സംഘർഷത്തിലായിരുന്നു. ഡോക്ടർ ഗോപിനാഥിൻ്റെ കണ്ണൂർ സർവകലാശാലയുടെ VC നിയമനവുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദവും തർക്കമാണ് നടന്നത്. അദ്ദേഹത്തിൻ്റെ VC പ്രായവും ടേമും കഴിഞ്ഞതിന് ശേഷവും KK രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് അവിടെ ജോലി കൊടുക്കുന്നതുമായി ബന്ധപ്പെടുത്തി ഗോപിനാഥിനെ തന്നെ അവിടെ തുടർന്നും അവിടെ തന്നെ ഡോക്ടർ ഗോപിനാഥിനെ അവിടെ തന്നെ വയ്ക്കണമെന്നുള്ള മുഖ്യമന്ത്രി ഓഫീസിൽ ഒരു പിടിവാശി മുഹമ്മദ് ആരിഫ് ഖാൻ ഗവർണർ സമ്മതിച്ചില്ല. വലിയ തർക്കം നടന്നു. അവസാനം അത് തെരുവിലേക്ക് വരെ തർക്കം പോയി. എന്നാൽ ആ തരത്തിലേക്കൊന്നും രാജേന്ദ്ര ആർലേക്കറും ഈ ഗവൺമെൻറ് പോകാൻ ഒരു സാധ്യതയുമില്ല. അടിയന്തിരമായി ഇവർ സമവായത്തിലെത്തി, കൃത്യമായി ഒരു സെർച്ച് കമ്മിറ്റി വെച്ച് സമവായത്തിലെത്തി VCമാരെ നിയമിക്കണം. VCമാരില്ലാത്തത് യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ്. അതുപോലെ രജിസ്ട്രാർമാരെയും പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇൻചാർജിലേക്ക് പോവുകയാണ്. രജിസ്ട്രാർമാരും VCമാരെയും ഒക്കെ വളരെ കൃത്യമായി ഇൻചാർജിലുള്ളവർക്ക് ഫുൾ ടൈം ചാർജ് കൊടുക്കുകയോ അല്ലെങ്കിൽ പുതിയ ആളുകളെ വയ്ക്കുകയോ ചെയ്യണം. നിലവിൽ ഇൻചാർജിലിരിക്കുന്നവർക്ക് അനുഭവ പരിചയമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇൻചാർജിൽ ഇരുന്നല്ലോ, അതിൻ്റെ അനുഭവം വെച്ചിട്ട് അവരെ ഫുൾ ടൈം ആക്കുക, അല്ലെങ്കിൽ പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ടതാണ്. രജിസ്ട്രാർ, കൺട്രോളർ, VC ഈ 3 പോസ്റ്റും, വൈസ് ചാൻസലറും കൺട്രോളറും രജിസ്ട്രാറും വളരെ കീ പോസ്റ്റുകളാണ് യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം. അതൊരു കാരണവശാലും ഇങ്ങനെ ഇട്ട് കളിക്കരുത്. സർക്കാരുമായി വലിയ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കാര്യമില്ല എന്ന് ഗവർണറുടെ ലോക്ഭവൻ പറയുന്നു, രാജ്ഭവനല്ലേ ഇപ്പോൾ ലോക്ഭവൻ പറയുന്നു. എന്നാൽ സിദ്ദിഖിൻ്റെ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തു എന്ന് പറയുന്നു, ലിസ്റ്റ് കിട്ടിയിട്ടില്ല എന്ന് അപ്പുറത്ത് പറയുന്നു. വലിയൊരു കൺഫ്യൂഷനാണ് അത് സംബന്ധിച്ച് കിടക്കുന്നത്. എന്തായാലും ഭരണമാറ്റത്തിന് ശേഷമുള്ള സർവകലാശാല സിൻഡിക്കലിൻ്റെ പുനഃസംഘടന ഉടനെ നടക്കും എന്ന പ്രതീക്ഷയിലാണ്. അത് നടത്തേണ്ടത് ഗവൺമെൻറ്റാണ്. അത് പൂർത്തിയായാൽ ഉടൻ തന്നെ സ്ഥിരം VCമാരെ നിയമിക്കാനുള്ള നടപടികളിലേക്ക് ലോക്ഭവൻ കടക്കും. ചാൻസലർ എന്നുള്ള നിലയിൽ ഗവർണർക്ക് അതിലൊരു പങ്കുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന ഒരു ഗവൺമെൻറ്റിന് എപ്പോഴും മുൻതൂക്കം കിട്ടണം. അവിടെ മുൻതൂക്കം കിട്ടുകയും ജനാധിപത്യപരമായി തിരഞ്ഞെടുത്ത ഗവൺമെൻറ് ഏറ്റവും പ്രഗത്ഭന്മാരെ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുകയും അതിൽ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ നോക്കി, പണ്ടുകാലത്തൊരു ചൊല്ലുണ്ടായിരുന്നു, കേരള സർവകലാശാല പിന്നെ ഹിന്ദുവിനും, അത് നായരോ ഈഴവനോ ആയിട്ടുള്ള ഹിന്ദുവിനും, നമ്മുടെ MG സർവകലാശാല ക്രിസ്ത്യാനിക്കും, കാലിക്കട്ട് സർവകലാശാല മുസ്ലിമിനും എന്നൊക്കെ പറഞ്ഞുള്ളൊരു കഥയുണ്ടായിരുന്നു. പഴയ കാലത്തെ കഥ. പക്ഷേ അതെല്ലാം ഇപ്പം മാറി. കണ്ണൂർ സർവകലാശാല വന്നു, സെൻട്രൽ യൂണിവേഴ്സിറ്റി വന്നു, ഒരുപാട് യൂണിവേഴ്സിറ്റികൾ വന്നു. അപ്പോൾ ഇപ്പോൾ ആ കഥയൊന്നും ആരും പറയാറില്ല. എന്നാലും രാഷ്ട്രീയമായ ചില നിലപാടുകളൊക്കെ നോക്കാറുണ്ട്, അധ്യാപക സംഘടന അങ്ങനെയൊക്കെ നോക്കാറുണ്ട്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണത്. അത് നിലവിൽ കാലിക്കട്ട് ആരോഗ്യം, ഡിജിറ്റൽ KT എന്നിങ്ങനെ 4 എണ്ണത്തിൽ മാത്രമാണ് സ്ഥിരം VCമാരുള്ളത്. സർക്കാരുകളിൽ നിയമ സർവകലാശാല ഉണ്ടെങ്കിലും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാണ് അവിടെ VC നിയമിക്കുക. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ചീഫ് ജസ്റ്റിസ് ആയിരിക്കും നിയമിക്കുന്നത്. ബാക്കിയുള്ളവരിൽ ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് നിശ്ചയിക്കാം. പക്ഷേ ഗവർണർ നിശ്ചയിക്കുമ്പോൾ ലോക്ഭവനിൽ ഇരുന്നു കൊണ്ട് ഏകപക്ഷീയമായി ഏതെങ്കിലും ലിസ്റ്റ് എടുത്ത് വെച്ച് നിയന്ത്രിക്കരുത്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ വീണ്ടും നമ്മുടെ വിദ്യാഭ്യാസ രംഗമാണ് വീണ്ടും കലുഷിതമാകുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റുമായി കൃത്യം ആലോചിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടിയിലൂടെ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. സ്ഥിരം VCമാരെ നിയമിക്കാൻ LDF സർക്കാരിൻ്റെ അവസാന വേളയിൽ ഗവർണർ മുഖ്യമന്ത്രി തലത്തിൽ ധാരണയായെങ്കിലും നടപടികൾ ഉണ്ടായില്ല. പുതിയ സർക്കാർ സ്ഥിരം VC നിയമനത്തിന് താല്പര്യമെടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോക്ഭവൻ. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ സന്ദർശിച്ച വേളയിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതായി അധികൃതർ പറയുന്നു. MG കാർഷിക സർവകലാശാലകളിലെ VC നിയമനങ്ങൾ ഇപ്പോൾ
വിവാദമായെങ്കിലും അതെല്ലാം താൽക്കാലിക ചുമതലകളാണ് നൽകിയിരിക്കുന്നത്, സ്ഥിരമല്ല. സ്ഥിരമാകുമ്പോൾ കൃത്യമായൊരു പാനലിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ തന്നെ വയ്ക്കും എന്നുള്ളതാണ് ലോക് ഭവനും എടുക്കുന്ന നിലപാട്. പക്ഷേ അവിടെ ഗവൺമെൻറ്റുമായി ഒരു ഒത്തുതീർപ്പിൽ പോകണം. ഒരു ഒത്തുതീർപ്പെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വയ്ക്കുന്നതിനുള്ള ഒത്തുതീർപ്പല്ല, ഏറ്റവും പ്രഗത്ഭനെ വയ്ക്കുന്നതിനുള്ള ഒത്തുതീർപ്പിലേക്ക് പോകണം. UGC മാനദണ്ഡം അനുസരിച്ച് VC നിയമനത്തിനായി UGC ചാൻസലർ, സർവകലാശാല അംഗങ്ങൾ ഉൾപ്പെട്ട 3 അംഗ സെർച്ച് കമ്മിറ്റി വേണം. സർവകലാശാല പ്രതിനിധികളെ അതത് സെനറ്റുകൾ തിരഞ്ഞെടുത്ത് ചാൻസലറായ ഗവർണർക്ക് നൽകണം. മറ്റ് 2 പ്രതിനിധികളെ ഗവർണർ എളുപ്പത്തിൽ ലഭിക്കുന്നതുമാണ്. ചാൻസലറുടെ പ്രതിനിധിയെ സർക്കാരുമായി ആലോചിച്ച് നിയമിക്കുന്നതാണ്. കീഴ്വഴക്കമെങ്കിൽ ഇപ്പോഴത്തെ തർക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്തുണ്ടാകുമെന്നുള്ളതും നമുക്ക് വ്യക്തമല്ല. LDFിൻ്റെ കാലത്തുള്ള സിൻഡിക്കേറ്റുകൾ പുനഃസംഘടിപ്പിക്കാതെ VC നിയമങ്ങളിലെ കടക്കാനാവില്ലെന്നതാണ് സർക്കാരിൻ്റെ മുമ്പിലെ തടസ്സം. അപ്പോൾ ഇപ്പോഴത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാരെ കൃത്യമായി മാറ്റി, അത് LDFിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർമാരാണ്, അവരെ മാറ്റി സർക്കാർ ഇത് കറക്റ്റായിട്ട് UDFിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പർ അവരാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും VCമാരുടെ പരിപാടി നടക്കും. ഇതിനിടയിലാണ് കാർഷിക സർവകലാശാലയിൽ VC നിയമനത്തിലെ സർക്കാർ പട്ടിക കൈമാറിയിട്ടില്ലെന്ന് ലോക് ഭവനും വ്യക്തികളുടെ പേര് കൊടുത്തിട്ടുണ്ടെന്ന് സിദ്ദിഖിൻ്റെ ഓഫീസും പറയുമ്പോൾ അതിലെവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കൃത്യമായി കിടക്കുന്നു. ഏറ്റവും VC ആയി പരിഗണിക്കുന്ന ഒരാളുടെ പേര് ഉയർന്നു വന്നു, അത് പരിഗണിക്കാതെ ഏറ്റവും സീനിയറായ ആളെന്ന നിലയിലാണ് ഡോക്ടർ സജിത റാണിയെ VC ആയി ഗവർണർ നിയമിച്ചതെന്നും ലോക് ഭവൻ പറയുന്നുണ്ട്. എന്തായാലും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയി ഡോക്ടർ B അശോക് മാറിയ പശ്ചാത്തലത്തിലാണ് VC പോസ്റ്റ് ഒഴിയേണ്ടി വന്നത്. എന്തായാലും അത് പ്രോ ചാൻസലറായ കൃഷിമന്ത്രി സിദ്ദിഖുമായി ഗവർണർ കൂടിയാലോചന നടത്തിയെങ്കിലും 3 പേരുടെ പാനൽ സർക്കാർ നൽകിയിട്ടില്ലെന്നാണ് ലോക് ഭവൻ്റെ വാദം. നൽകി എന്നുള്ളതാണ് സിദ്ദിഖിൻ്റെ വാദം. എന്തായാലും വാദപ്രതിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. പ്രൊഫസർമാരിൽ ഏറ്റവും സീനിയർ എന്ന നിലയിലാണ് സജിത റാണിയെ പരിഗണിച്ചത്. തുടർന്ന് ജോർജ് തോമസിനെ നിയമിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. എന്നാൽ സീനിയോറിറ്റി പട്ടികയിൽ അദ്ദേഹം 6ാം സ്ഥാനത്തായിരുന്നുവെന്നാണ് ലോക് ഭവൻ പറയുന്നത്. അപ്പോൾ സീനിയോറിറ്റി കൊടുക്കണമെങ്കിൽ, ചാർജ് കൊടുക്കണമെങ്കിൽ സീനിയറിനെ കൊടുക്കാൻ പറ്റുമോ, ജൂനിയറിന് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് ജൂനിയർ അതൊരു ഡിസ്ക്രിമിനേറ്ററി പവറാണ്, വിവേചന അധികാരമുണ്ട്. കഴിവുണ്ടെങ്കിൽ താഴത്തെ ആളിനും കൊടുക്കാം. കാർഷിക സർവകലാശാല അധ്യാപകരെ 3 പേരുടെ പാനൽ നരകിൽ നിന്നുവെന്നാണ് സർക്കാരിൻ്റെ വാദം. ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ പ്രഗത്ഭനായ ഒരാളുടെ പേര് പ്രോ ചാൻസലർ എന്ന നിലയിൽ നിർദ്ദേശിച്ചതായും മന്ത്രി വ്യക്തമാക്കുന്നു. പക്ഷെ അവിടെ ഒരു വലിയൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കിടക്കുന്നു. എന്തായാലും കൃത്യമായ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ആരാണ് കാർഷിക സർവകലാശാലയുടെ VCയെ സംബന്ധിച്ചും തർക്കമാണ്. നമുക്കൊരു കാര്യമേ പറയാനുള്ളൂ, കൃത്യമായ VCമാരുടെ നിയമനം വളരെ അടിയന്തരമായി നടക്കണം. കാരണം യൂണിവേഴ്സിറ്റികൾ കൃത്യമായി പ്രവർത്തിക്കാത്തതിൻ്റെ കൂടി ഫലമായിട്ടാണ് നമ്മുടെ കുട്ടികൾ, പുതിയ തലമുറയിലെ കുട്ടികൾ, ഇത്രയും യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിട്ടും കോളേജുകൾ വിട്ടുപോകുന്നത്.